പ്രിയപ്പെട്ടവരെ, അങ്ങനെ 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയിലെ 19ാമത്തെ ദിവസം ആയിരിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എത്ര എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലേ? ഇന്നത്തെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ടോപ്പിക് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. നന്നായി ഉറങ്ങാനും നന്നായി വിശ്രമിക്കാനും നമുക്ക് കിട്ടുന്ന നിമിഷങ്ങളില്ലേ, ആ നിമിഷങ്ങളോട് നമുക്ക് നന്ദി പറയാം. നിങ്ങൾ ഓരോ നിമിഷത്തെയും ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കൂ. ഞാൻ ഇന്ന് സൺഡേ ആണല്ലോ. ഇന്ന് ശരിക്കും പ്രോപ്പറായി നമുക്ക് റെസ്റ്റ് കിട്ടേണ്ട ഒരു ദിവസമാണ്. പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടിയായിരുന്നോ? ഞാൻ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തത്? ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾക്ക് നല്ല റെസ്റ്റൊക്കെ കിട്ടിയെങ്കിൽ യു ഹാവ് ടു സേ താങ്ക് യു. ഇന്ന് റെസ്റ്റ് കിട്ടിയതിന് താങ്ക് യു. ഇന്നത്തെ അഫർമേഷൻ എന്താണെന്ന് അറിയാമോ? ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ദേ റിസ്റ്റോർ മൈ ബോഡി, കാം മൈ മൈൻഡ് ആൻഡ് പ്രിപ്പയർ മീ ഫോർ എ ബ്യൂട്ടിഫുൾ ന്യൂ ഡേ. നമ്മൾ വിചാരിക്കും റെസ്റ്റൊക്കെ എടുത്ത് എന്തിനാ ദിവസം പാഴാക്കുന്നത് അല്ലേ? പക്ഷേ പ്രോപ്പർ റെസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് റിഫ്രഷ്മെൻ്റ് ഉണ്ടാവും. നമ്മുടെ ബോഡി കൂടുതൽ എനർജറ്റിക് ആവും എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രോപ്പർ റെസ്റ്റ് കിട്ടിയ ഈ ദിവസത്തെ നമ്മൾക്ക് നന്ദിയോടുകൂടി ഓർക്കാവുന്നതാണ്. നമുക്ക് റെസ്റ്റ് കിട്ടുന്ന ഓരോ നിമിഷവും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ഓർക്കേണ്ട കാര്യം കൂടിയാണ്. റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് കേട്ടോ. നമുക്ക് ഉറക്കം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hours നമ്മൾ 8 hours ഉറങ്ങി അത്രയും സമയം പോയില്ലേ എന്നുള്ളത്. പക്ഷേ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മൾ റെസ്റ്റിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ചാച്ചൻ എപ്പോഴും എന്നോട് പറയുന്നു, 30 minutes പഠിക്കാൻ നീ ഇരിക്കുന്നുണ്ടെങ്കിൽ 5 minutes നീ റെസ്റ്റിന് കൊടുക്കണം എന്നുള്ളത്. സോ ഇറ്റ് ഗിവ്സ് യു പ്രൊഡക്റ്റീവ് മെമ്മറൈസേഷൻ. ആ 5 minute നമ്മൾ റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്, ഞാൻ പ്രോപ്പറായിട്ട് പഠിക്കാനിരുന്ന കണ്ടിന്യൂസ് പഠിക്കുകയായിരുന്നു. അപ്പം പറയുന്നതാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയുന്നതാണ്, നമ്മൾ 30 minutes റെസ്റ്റ് 30 minutes പഠിക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ 30 minutes റെസ്റ്റ് എടുക്കരുത് കേട്ടോ, 5 minutes റെസ്റ്റ് എടുക്കണം എന്നുള്ളത്. ഒരു പ്രൊഡക്റ്റീവ് ബ്രേക്ക്. ഇന്നത്തെ കോട്ട് കേട്ടോ, റെസ്റ്റ് ഈസ് നോട്ട് എ ലക്ഷറി, ഇറ്റ്സ് എ ഗിഫ്റ്റ് ദാറ്റ് റിന്യൂസ് ദ മൈൻഡ്, ഹീൽസ് ദ ബോഡി ആൻഡ് നറിഷസ് ദ സോൾ. ഇന്ന് നാം നന്ദി പറയാൻ ഏറ്റെടുത്ത ടോപ്പിക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതല്ലേ. ഇന്ന് ഞാൻ നല്ല വിശ്രമത്തിനും നല്ല ഉറക്കത്തിനും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഓരോ ദിവസവും എൻ്റെ ശരീരവും മനസ്സും നിരവധി പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നു. ശരിയല്ലേ? നമ്മുടെ ശരീരവും മനസ്സും എത്ര പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ തന്നെ ചിന്തിക്കാത്ത കുറേ മേഖലകളിലൂടെ നമ്മൾ ഈ ഒരാഴ്ച ചിന്തിച്ചാൽ മതി. 6 ദിവസം എങ്ങനെയായിരുന്നു? ഇന്ന് 7ാമത്തെ ദിവസം. ഇന്ന് 7ാമത്തെ ദിവസം സൺഡേ നമുക്ക് തരുന്നുണ്ട്. എന്തിനാ? നമുക്കൊന്ന് വിശ്രമിക്കാൻ. ഓരോ ദിവസവും എൻ്റെ ശരീരവും മനസ്സും നിരവധി പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിനുശേഷം ലഭിക്കുന്ന വിശ്രമവും ഉറക്കവും എനിക്ക് പുതിയ ഊർജവും സമാധാനവും നൽകുന്നു. നമ്മൾ ആ ദിവസം കൂടി പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് വർക്കിന് ശേഷം നമ്മൾ എടുക്കുന്ന റെസ്റ്റ് നമുക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നുണ്ട്. നല്ല ഉറക്കം എൻ്റെ ശരീരത്തെ പുതുക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു. ഉറക്കത്തിലൂടെ ഞാൻ ക്ഷീണം മാറ്റി പുതിയ പ്രതീക്ഷയോടെയും ഉത്സാഹത്തോടെയും പുതിയ ദിവസത്തെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ കേട്ടാലോ? ഡേ 19, റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ഹൗ ഡസ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് എഫക്ട് മൈ മൂഡ് ആൻഡ് എനർജി? ഒരു നല്ല ഉറക്കം എൻ്റെ മൂഡ് ആൻഡ് എനർജീനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? വാട്ട് ബെഡ് ടൈം ഹാബിറ്റ്സ് ഹെൽപ്പ് മീ സ്ലീപ്പ് പീസ്ഫുള്ളി? നന്നായി സമാധാനത്തോടു കൂടി ഉറങ്ങാൻ എന്ത് ബെഡ് ടൈം ഹാബിറ്റ്സ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആം ഐ ഗിവിങ് മൈസെൽഫ് എനഫ് ടൈം ടു റെസ്റ്റ് ആൻഡ് റീചാർജ്? ഞാൻ എനഫ് ടൈം കൊടുക്കുന്നുണ്ടോ റെസ്റ്റ് ചെയ്യാനും റീചാർജ് ചെയ്യാനും? വാട്ട് ക്യാൻ ഐ ഡു ടു ഇംപ്രൂവ് ക്വാളിറ്റി ഓഫ് മൈ സ്ലീപ്പ്? ഇത് ഞാനൊരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ഗ്രാറ്റിറ്റ്യൂഡ് ടോക്കെല്ലാം കേൾക്കും, അതുപോലെ ജേർണൽ എഴുതി ട്രൈ ചെയ്യുന്നുണ്ട്, സ്ലീപ്പ് അഫർമേഷൻ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ. ഹൗ ഡസ് റെസ്റ്റ് ഹെൽപ്പ് മീ ടേക്ക് ബെറ്റർ കെയർ ഓഫ് മൈ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്? അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട് ആം ഐ മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഫോർ അബൌട്ട് മൈ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് ടുഡേ? എനിക്ക് റെസ്റ്റ് എടുക്കാനും സ്ലീപ്പ് ചെയ്യാനും പറ്റിയ ഏതാണ് കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത്? ഹൗ ഡു ഐ ഫീൽ വെൻ ഐ വേക്ക് അപ്പ് ആഫ്റ്റർ റെസ്റ്റ്ഫുൾ നൈറ്റ്? നന്നായി ഉറങ്ങി എണീക്കുമ്പോൾ എനിക്ക് കൂടുതൽ എനർജി തോന്നുന്നുണ്ടോ? വാട്ട് ചേഞ്ച് ക്യാൻ ഐ മേക്ക് ടു ക്രിയേറ്റ് മോർ പീസ്ഫുൾ ബെഡ് ടൈം റുട്ടീൻ? ബെഡ് ടൈം റുട്ടീൻ ഉള്ള ആൾക്കാരാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ട്രൈ ടു മേക്ക് സം ബെഡ് ടൈം റുട്ടീൻ. ഇൻ വാട്ട് വേസ് ഡസ് റെസ്റ്റ് ഹെൽപ്പ് മീ become best version of myself?
ഹൗ ക്യാൻ ഐ പ്രയോറിറ്റൈസ് റെസ്റ്റ് വിത്തൗട്ട് ഫീലിംഗ് ഗിൽറ്റി? ചിലപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നും, അയ്യോ ഞാൻ റെസ്റ്റ് എടുക്കുമ്പോൾ എൻ്റെ പണികളെല്ലാം എന്താവും, അല്ലെ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാവും. പക്ഷേ വിത്തൗട്ട് ഗിൽറ്റി നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ജേർണൽ എഴുതാനുള്ള ഒരു പ്രോംപ്റ്റ് പറഞ്ഞു തരട്ടെ. ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ദാറ്റ് റിസ്റ്റോർ മൈ ബോഡി, കാം മൈ മൈൻഡ് ആൻഡ് പ്രിപ്പയർ മീ ഫോർ എ ന്യൂ ഡേ. നാളത്തെ ഒരു നല്ല ദിവസത്തിനായിട്ട് എൻ്റെ ബോഡി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐ എം താങ്ക്ഫുൾ ഫോർ ദ പീസ്ഫുൾ നൈറ്റ്സ് that help me heal, the deep sleep that renews my energy. അങ്ങനെ ധാരാളം അഫർമേഷൻസ് നമുക്ക് കിട്ടും, ധാരാളം ഗ്രാറ്റിറ്റ്യൂഡ് പ്രോംപ്റ്റ്സുകൾ കിട്ടും. സോ ട്രൈ വർക്കിംഗ് ഓൺ ഇറ്റ് ടു മേക്ക് യുവർ സെൽഫ് എ ന്യൂ വേർഷൻ ഓഫ് യു. എൻ്റെ വിശ്രമ സമയങ്ങൾ എനിക്ക് സ്വയം ശ്രദ്ധിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ വിശ്രമം ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതെൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും സഹായിക്കുന്നു. ഇന്ന് ഞാൻ സുരക്ഷിതമായ ഒരു വീടിനും സുഖകരമായ ഉറക്കത്തിനും വിശ്രമിക്കാൻ ലഭിക്കുന്ന സമയത്തിനും നന്ദി പറയുന്നു. ഓരോ രാത്രിയുടെയും വിശ്രമം നാളെ കൂടുതൽ മനോഹരമാക്കാൻ എന്നെ തയ്യാറെടുക്കുന്നു. നന്നായി ഉറങ്ങി നന്നായി എണീക്കുക, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടുമോറോ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ. എല്ലാവർക്കും നല്ല പീസ്ഫുള്ളായ ഒരു ഉറക്കവും വിശ്രമവും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ഏറ്റവും ഗ്രേറ്റ്ഫുള്ളായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള നിമിഷങ്ങൾ ജീവിതം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരുമെന്നാണ് പറയുന്നത്. നാളെ പുതിയ ടോപ്പിക്കുമായി കാണാമേ. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ ജിത.